ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ഗിഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും ഒറ്റ യൂസ് ചെയ്ത് നമുക്ക് കട്ടക്കറുപ്പാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ ചൂരമീൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചൂരമീന് നല്ല ഒരു ബ്ലഡ് വരും കേട്ടോ. അത് നല്ല എത്ര കഴിയാലും ബ്ലഡ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. ഈ ചൂരമീൻ ഒന്ന് ആദ്യം 2 പ്രാവശ്യം ഒന്ന് കഴുകുക. അതിനുശേഷം ഒരു നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ ആ ബ്ലഡിൻ്റെ ഒരു അംശങ്ങളെല്ലാം പോകുന്നതായിരിക്കും. ഇപ്പം വിനാഗിരി ഒഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തൊന്നുമില്ലെങ്കിൽ നാരങ്ങ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നാരങ്ങ എണ്ണ മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മാത്രം മതി. ആ ബ്ലഡെല്ലാം പോയിട്ട് അത് മാത്രമല്ല നല്ല ഈ ചില മീൻ ഉടഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ഈ ഉടഞ്ഞു പോകുന്ന മീനൊക്കെ നല്ല കട്ടിയാകാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡിൻ്റെ ഒക്കെ അംശം ഉണ്ടെങ്കിൽ എല്ലാവർക്കും മീൻ കറിയൊക്കെ കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ കണ്ടത് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ആ ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇക്കാലത്തും പെറ്റി പെരുകി വരുന്ന എലികൾ, പല്ലികൾ, അതുപോലെ തന്നെ ഈച്ച, പൊടി ഈച്ച, ഇതൊക്കെ ഭയങ്കര ശല്യമാണല്ലേ. ഇപ്പം നല്ല ചൂടൊക്കെ ആയത് കാരണം ഈച്ചയുടെയും പൊടി ഈച്ചയുടെയും ശല്യം വളരെ കൂടുതലാണ്. ചക്ക സീസണൊക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കള കിച്ചണിലാണ് കൂടുതലും അല്ലേ. അതുകൊണ്ട് കൂടുതലും നമ്മൾ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് കളയുക. വരയാ അടുക്കളയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാതിരിക്കുക. ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് എവിടെയും വെക്കുക. വീടിനുള്ളിൽ വെക്കുമ്പോഴത്തേക്ക് ഈച്ചയുടെ ശല്യമൊക്കെ വളരെ കൂടും. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വന്നിട്ട് നമ്മുടെ ആ പൊടി ഈച്ച, അതുപോലെ ഈച്ച, പാറ്റ, പല്ലി ഇതെല്ലാം വന്ന് എടുക്കും. അതുപോലെ എലികളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൻ്റെ പരിസരത്തു നിന്നും പോകുന്നതായിരിക്കും, വീടിനുള്ളിൽ നിന്നും പോകുന്നതായിരിക്കും. പിന്നെ ഇതിനെ ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇച്ചിരി ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് അടി നക്കി അത് കുടിച്ചോളും. അപ്പോഴത്തേക്ക് അങ്ങനെ പല്ലീനെ പാറ്റാനെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ എലികളും കൂട്ടത്തോടെ ഓടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഇതുപോലെ വെള്ളമുണ്ട് സ്ഥിരം ഉപയോഗിക്കുന്നതായിരിക്കും ആൾക്കാർ. നമ്മൾ ആണുങ്ങളൊക്കെ നല്ല സ്ഥിരം ഉപയോഗിക്കുന്നതാണ് വെള്ളമുണ്ട്. അപ്പോൾ അതെപ്പോൾ നോക്കിയാൽ ചെളി, ഇപ്പോൾ പൊടിയൊക്കെ ആയത് കാരണം അത് ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ മുണ്ടിലെല്ലാം ഒരുപാട് ചെളികളാണ് പൊടി അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കുളിക്കുന്ന സോപ്പ്, ഏത് സോപ്പാണ് കുഴപ്പമില്ല. പിന്നെ വെള്ളി സോപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾ തുണി ഇളക്കി നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ. ഫുള്ള് ചെളിയെല്ലാം പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല. സോപ്പ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് തേച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് കുത്തി പിഴിഞ്ഞെടുക്കുക. കല്ലിൽ അലക്കുന്നവർക്കാണെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് അലക്കിയാൽ മാത്രം മതി. രണ്ട് സോപ്പ് പറ്റിയിട്ടൊന്ന് അടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ആ ചെളിയും അതുപോലെ മുണ്ടിൻ്റെ അരികുവശത്തെ ആ ചെളികളും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും. കുളിക്കുന്ന സോപ്പ് അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ മീൻകാർ ഉപയോഗിക്കുന്നതാണ് ഈ കുളിക്കുന്ന സോപ്പ് കൂടുതലും. കാര്യം മീൻ പാത്രങ്ങളുണ്ടല്ലോ, ക്ലീൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. നല്ല സ്മെല്ല് പോവും. അത് മാത്രമല്ല നല്ല അലുമിനിയം പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും ഈ ഒരു സോപ്പ്. ഇങ്ങനത്തെ സോപ്പ് കൊണ്ട് നമ്മൾ അലക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ തുണികൾ, ഒത്തിരി ചെളി പിടിച്ച തുണികളൊക്കെ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അലക്കി എടുത്താൽ മതി. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമുക്ക് അലക്കി എടുക്കുക ഒന്നും വേണ്ട. കുത്തിപ്പിന്നെ എടുക്കുവാണെങ്കിൽ തന്നെ അതിൽ ചെളിയെല്ലാം പോയി നല്ല വെളുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഷാമ്പു വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ നല്ലതാണ്. താരം പോകാൻ നല്ലതാണ്. മുടി കിളുക്കാൻ നല്ലതാണ്. പിന്നെ മുടിയിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കും. അതുമാത്രമല്ല നരച്ച മുടിയിന് ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. നമ്മൾ ഷാമ്പു ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ താരനൊക്കെ നല്ല കട്ട പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന താരനുണ്ടല്ലോ, അതൊക്കെ ഇളകി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഓയിൽ തന്നെയാണ്. ഈ ഓയിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ തലയിലേക്ക്, കുട്ടികളുടെ ആണെങ്കിൽ മുതിർന്നവരുടെ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ എടുത്തോളം നമ്മുടെ കഞ്ഞിവെള്ളം, തലേ ദിവസം കഞ്ഞിവെള്ളം കൊണ്ടെടുക്കുക, അല്ലെങ്കിൽ വെച്ച കഞ്ഞിവെള്ളമാണെങ്കിലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് 3ഉം കൂടെ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ ഓയിലും ഈ കഞ്ഞിവെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് ചെറിയ രീതിയിൽ അലിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ പഞ്ചസാര വലിയ കട്ടിയുള്ള
പഞ്ചസാര എടുക്കുക. അത് ചെറിയ തരികളുള്ളതാണ്, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ കുട്ടിയുടെ തലയിലാണ്. ഇപ്പം എൻ്റെ കുട്ടിയുടെ തലയിലാണ് ചെയ്യുന്നത്. കുറച്ച് നല്ല താരനുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ പോലും ചിലപ്പോൾ പേനും കാണും തലയിൽ. കുട്ടികളുടെ എല്ലാവരും തലയിൽ ഇപ്പോൾ പഠിത്തത്തിനൊക്കെ പോകുമ്പോൾ പല കുട്ടികളുടെ തലയിൽ നിന്നൊക്കെ കയറുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ചെടുക്കാം. എന്നിട്ട് പഞ്ചസാര സഹിതമാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കുട്ടിയുടെ തലയിലേക്ക് തേച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ താരം ഫുള്ള് ഇളകി പോകുന്നതും മുടി നല്ല സോഫ്റ്റ് ആകുന്നു. കഞ്ഞിവെള്ളമൊക്കെ നല്ല ഷൈനിങ് ആക്കും നമ്മുടെ മുടീനെ. അതുപോലെ പഞ്ചസാരയൊക്കെ നല്ലപോലെ താരം കളയാൻ സഹായിക്കുന്നതാണ്. ഓയിലൊക്കെ നമ്മുടെ തലയിൽ ഏത് ഓയിലാണെങ്കിലും പെട്ടെന്ന് ആ ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിൽ ഞാൻ തേച്ച് കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നല്ല ഷാമ്പൂ ഇട്ട്, നമ്മൾ ഏത് ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത് ആ ഷാമ്പൂ ഇട്ട് ഒന്ന് കഴുകി കളയുവാണെങ്കിൽ അടിപൊളിയായിട്ട് താരഞ്ഞും പോയി മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വെളുത്തുള്ളി ഒരുപാട് ഒഴിച്ച് കിളിക്കുന്നവരല്ല. ഇപ്പം നോയമ്പൊക്കെ ആകുമ്പോൾ വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നമ്മൾ അരച്ചൊക്കെ ഒരുപാട് വെളുത്തുള്ളി തൊലികൾ നമുക്ക് കാണുമല്ലേ. അപ്പോൾ അതാരും കളയത് സൂക്ഷിച്ചൊരു കവറിൽ കെട്ടിയിട്ട് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീടിനകത്തിരുന്ന് തന്നെ ഉണങ്ങുന്ന കറിവേപ്പില ഉണങ്ങിയതുപോലും ആരും കളയരുത്. വെറുതെ കളയുന്ന ഈ കറിവേപ്പിലയെ ഉണങ്ങിയതിന് നിങ്ങൾ ആരും കളയാതെ ഇതേ രീതിയിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നരച്ച മുടിയാണെങ്കിലും കട്ട കറുപ്പാക്കാനും വളരെ സഹായകരമാണ്. മുടി വളരാൻ നല്ലതാണ്, മുടി കട്ട കറുപ്പാകാൻ നല്ലതാണ്. നരച്ച മുടി ബ്രേക്ക് ഇട്ടതുപോലെ അവിടെ സ്റ്റോപ്പ് ആകും കേട്ടോ. അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ കരിച്ച് പൊടിച്ചെടുക്കണം. ഇതിൽ കൂടെ സവോളയുടെ തൊലിയും കൂടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. സവോള തൊലിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. നല്ലപോലെ കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലപോലെ പൊടിച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുടിയും മീശേൻ്റെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണേൽ അരിച്ചെടുക്കാം. പക്ഷേ ഇത് അരിച്ചെടുക്കാനൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ടാണ് എല്ലാം കിട്ടിയത്. നല്ലപോലെ അരിച്ച് വേണേൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞത്. എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നാച്ചുറലായിട്ട് വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കെമിക്കലൊന്നും മേടിച്ച് നമ്മുടെ തലയിൽ അടിച്ച് മുടി കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണുള്ള ആ ഒരു പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അലോവേര ജെല്ലുണ്ടല്ലോ, അത് തേച്ചാൽ അത് ഒന്ന് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, തലയിൽ തേക്കുക. അതിനുശേഷം ചീപ്പ് കൊണ്ട് നീരി വെക്കുക. ഇപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് അലോവേര ജെല്ല് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പുറത്തോട്ടും പോകാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെയ്ത് നിങ്ങളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി കെമിക്കലൊന്നും അടിക്കാതെ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള കറുപ്പ് ഷെയ്ഡിലേക്ക് മുടി വരുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ഒരുപാട് ജോലിക്കാരൊക്കെ കാണും. ഒരു പ്രാവശ്യം നിങ്ങൾ അവധി കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തൊരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവധിയുള്ളപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ആ ഹോസ്റ്റലിൽ നിന്നിട്ടാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല റിസൾട്ടാണ്. ഈ ഒരു കറുപ്പ് നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.